ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ പദകാലം സന്ധ്യയിൽ നമുക്ക് വർഷത്തിന്റെ ആദ്യത്തെ PFP ആയിട്ട് ഇന്ന് ഉച്ച ഈ സമയം വേർതിരിക്കുവാൻ പ്രിയ ദേവാലയം അല്ലെങ്കിൽ പ്രിയ കർത്തദാസന സഭയെ കാണിച്ച നല്ല അവസരത്തിനായി നന്ദി പറയുന്ന ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ കർത്തദാസൻ തന്നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ പ്രിയ കർത്തദാസൻ പറയും. PFPയുടെ പ്രോഗ്രാം ആദ്യം തന്നെ ചാർട്ട് ചെയ്ത് കർത്തദാസൻ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ പ്രോഗ്രാം വായിച്ച് കേൾക്കുന്നതനുസരിച്ച് അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പലയിടത്തും കണ്ടുവരുന്ന ഒന്ന് നമ്മൾ നേരെ പ്രോഗ്രാം വന്ന് പേര് വിളിച്ച് നേരെ വന്ന് അത് ചെയ്യുകയാണ് വരുന്നത്. നിങ്ങളത് പ്രോഗ്രാം ചെയ്യുമ്പോൾ സദസ്സിനെ വന്ന് കണ്ട് വന്ദനം ചെയ്ത് വേണം നിങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് കടക്കാൻ. നമ്മൾ സദസ്സിനെ നമ്മൾ അഭിമുഖീകരിക്കുകയാണല്ലോ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ദൈവനാമത്തിൽ നിങ്ങൾ പ്രോഗ്രാം ഒരുങ്ങുക. ദൈവനാമമായി അനുഗ്രഹിക്കുവാറട്ടെ. അധ്യക്ഷൻ പ്രിയ കർത്തദാസൻ ശരി. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലില് ഇതിനൊരു കൂടി ഒരു ദൈവത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. PYP എന്ന് പറയുന്നത് നമ്മുടെ സൺഡേ സ്കൂള്, PYP എന്നൊക്കെ പറയുന്നത് നമ്മുടെ സഭയുടെ മുൻപോട്ടുള്ള ഒരു യാത്രയാണ്. സ്തോത്രം. അപ്പോൾ സൺഡേ സ്കൂളും PYPയും ദൈവസഭയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഏറ്റവും സന്തോഷിക്കണം. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അതിന് പകരം ഇങ്ങനെ ഒരു കൂടി ഒരുക്കിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അതുവഴി അതിനുവേണ്ടി സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ഈ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം. സ്തോത്രം. അത് ഏറ്റവും അനുഗ്രഹമായി തീരും. ഞങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ എനിക്കൊരു സാക്ഷ്യം പറയാൻ കഴിയുന്നത് ഈ PYP വന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ അവിടെ നിൽപ്പാനായിട്ടൊരു സാഹചര്യം ദൈവം തന്നത്. സ്തോത്രം. കാരണം ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ സ്നേഹിതരായ ചില പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് ഉള്ളൊരു ഇങ്ങനെ ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങളിലേക്കൊക്കെ അവർ ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മറ്റ് ഇതര സാമൂഹിക അല്ലെങ്കിൽ മറ്റ് ചർച്ചകളിലൊക്കെ ആയിരുന്നപ്പോൾ തന്നെ ഈ PYPയോടുള്ള ബന്ധത്തിൽ സമസ്കൂളിനോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നതിനൊക്കെ സാഹചര്യങ്ങൾ ദൈവം അത് മുഖാന്തരമായിരിക്കാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുവാനായിട്ട് ദൈവം അവസരം തന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നാം സൺഡേ സ്കൂളിലും PYPക്ക് വേണ്ടി നിൽക്കുന്നത് അത് സന്തോഷം, അനുഗ്രഹമാണ്, ഒരിക്കലും നഷ്ടമല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ പാദപീഠത്തെ ഏൽപ്പിക്കാം. ഇന്ന് പകലിങ്ങനെ ലഭിച്ച സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വൻപിച്ച ഒരു ലിസ്റ്റൊന്നുമില്ല എങ്കിൽ പോലും അത് ഏറ്റവും ഭംഗിയായി നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാം അനുഷ്ഠിച്ച് ഞാനൊന്ന് വായിക്കാം. സംഗീതത്തെ വായിച്ച് പ്രാർത്ഥന സിമോൾ സ്വാഗതം. യോബിഷ ബോബസ്. സംഗീതം ബോബസ് രാജൻ. അധ്യക്ഷ പ്രസംഗം സങ്കീർത്തനപ്പാടം സിമോൾ. ബൈബിൾ ക്വിസ് സൗമ്യ. സംഗീതം ഷാർലി മാത്യു. ചെറുകഥ യോബിഷ ബോബസ്. ഉപസംഹാരം അധ്യക്ഷൻ. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളതിലെല്ലാം ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാരംഭത്തിൽ പ്രിയ സിമോള് മുമ്പോട്ട് കടന്നു വരും. സംഗീതത്തിന് വായിച്ച് പ്രാർത്ഥിക്കും. പ്രിയ വൈദ്യനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മുൻപോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ബഹുമാനത്തോടെ എങ്ങനെയാണ് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കേണ്ടതെന്നൊക്കെ ട്രെയിൻ ചെയ്യുക. സ്തോത്രം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും ദിവസങ്ങളെ ഞാൻ പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷന് ശേഷം കടന്നുപോയിരിക്കുന്ന എല്ലാവർക്കും എന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
വെച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽക്കൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും മലരിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തിന്മേലും അവനെ നീ നയിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം നൽകും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും. ഞാൻ അവനെ വിളിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സോടെ ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. വിവേകിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീമി സ്തോത്രം, ശ്രീമി സർവ്വവിധാനങ്ങളുടെ വിധാവേ, ഇന്ന് പ്രിയയുടെ താനെ നടക്കുന്ന ദൈവം തന്നെ അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അനുഗ്രഹമായി പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളൊക്കെ എന്നെ അനുഗ്രഹമായി തീരുന്നതിന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്ധ്യയും കൂടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ജനങ്ങളുടെ നേഷൻ അധികാരമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അടുത്തത് സ്വാഗതമാണ്. അതിന് ജോഷിയെ ഈ വർഷത്തെ ആദ്യത്തെ PVP ആണ്. അതിൽ അനുഗ്രഹമായി ചേർക്കണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും PVP സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സംഗീതം. നല്ല പാട്ടുകൾ കേൾക്കാം. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച നടത്താൻ പറ്റില്ല സഹായിച്ച് നമുക്ക് PAP നടത്താൻ രേഖയാണ് ചോദിക്കുകയാണ്. എൻ്റെ സംഗീതം പാട്ടുള്ള എന്നാണ് എൻ്റെ പാടുന്നത്. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, എന്നേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീരല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീരല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നതേശുവത്രേ. ഞാനവൻ കരങ്ങളിലായി നടത്തുന്നതേശുവത്രേ.
അവസാനം ജോഷിന് വേറെ പ്രോഗ്രാമൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് സമയങ്ങൾ ഒരുമിച്ച് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്തത് സംഗീതത്തിന് മനപ്പാടം. അതിന് സിനിമകളെ ഞാൻ നിന്റെ സ്നേഹാദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ വായിക്കുന്ന 117 സങ്കീർത്തനത്തിൽ വന്ന 2 വാക്യങ്ങൾ മനഃപ്പാഠമായിട്ടാണ്. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുകയും അവന്റെ വിശ്വസ്തത എന്നേക്കുമുള്ളത് യഹോവയെ സ്തുതിപ്പിൻ. ബൈബിൾ ക്വിസാണ്. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ദേവദാസനോടും കടന്നുവന്ന എല്ലാ പ്രിയനും ഉപേക്ഷിച്ചോടും ബന്ധവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു. വിശുദ്ധമായിരിക്കുന്ന കർത്തവ്യം ബൈബിൾ ക്വിസ് നടത്തുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക അധ്യായത്തിൽ നിന്നല്ല, പൊതുവായിട്ട് ബൈബിളിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചോദ്യത്തിൽ ഞാൻ നടത്തുന്ന പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിക്കുന്ന ആൾക്ക് അടുത്ത PIB മീറ്റിങ്ങിൽ എൻ്റെ ഒരു സമ്മാനം ഉണ്ടായിരിക്കും. ആരെങ്കിലും ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത്. പൊതുവായിട്ടുള്ള ചോദ്യമാണ്. 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇൻഡിവിജ്വലായിട്ടാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം ഏതാണെന്നാണ്. ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം ഏതാണ്? ആരാ പറഞ്ഞത്? ബോസല്ലേ അറിഞ്ഞത്? 119 ശരിയായിട്ടുള്ള ഉത്തരവാണ്. അടുത്ത ചോദ്യം +3. ഒരധ്യായം മാത്രമുള്ള പഴയ നിയമ പുസ്തകം ഏതാണ്? ഒരധ്യായം മാത്രമേ ഉള്ളൂ, പഴയ നിയമത്തിലെ പുസ്തകമാണ്. അല്ല, ഒരധ്യായം മാത്രമുള്ള പഴയ നിയമത്തിലെ പുസ്തകം ഏത്? സംഖ്യ ഇഷ്ടം പോലെ ഉണ്ട്. ഒറ്റ അധ്യായമുള്ളൂ പഴയ നിയമത്തിൽ. അല്ല, ഞാൻ തന്നെ പറയാം. ഓബദ്യാവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ബൈബിളിലെ നടുവിലുള്ള പുസ്തകം ഏതാണ്? അല്ല, ബൈബിളിലെ നടുക്കുള്ള സങ്കീർത്തനമല്ല. ബൈബിളിലെ നടുവിലുള്ള പുസ്തകം ഏതാണ്? നമുക്ക് എടുക്കുമ്പോ സങ്കീർത്തനം നടുക്കിലായിട്ട്, പക്ഷെ നടുക്ക് അല്ല, പുസ്തകം അല്ല, അധ്യായം പുസ്തകം അല്ല. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ ഉത്തരവുമായിട്ടൊക്കെ ഏകദേശം അടുത്തൊക്കെ വരുന്ന പുസ്തകം. ഒരു ക്ലൂ തരാം. ഓബദ്യാവ് ആ ഒരു ഏരിയയിലൊക്കെ ഏകദേശം അടുത്തുള്ളത്. ഒരു ക്ലൂ തരാം. ആർക്കൊരു ഉത്തരം പറയാനുള്ള ബസിമോൾ പറഞ്ഞു മീക. അടുത്തത് ഒരുപോലെ തോന്നുന്ന 2 സങ്കീർത്തനങ്ങൾ നമുക്ക് സങ്കീർത്തനങ്ങൾ വാക്യം. ക്വസ്റ്റ്യൻ സങ്കീർത്തനങ്ങളിൽ ഒരേപോലെ തന്നെയുള്ള വ്യത്യാസമൊന്നും ഇല്ലാത്ത 2 സങ്കീർത്തനങ്ങളുണ്ട് ഒരുപോലെയുള്ള. അത് ഏതൊക്കെയാണ് പറഞ്ഞത്? അല്ല, 91 അല്ല, ഒരേപോലെയാണോ? 27 സങ്കീർത്തനം അല്ല, 23 അല്ല, 1-ാം സങ്കീർത്തനം. ഇല്ല, ഞാൻ തന്നെ പറയാം. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും ഒരേപോലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് അവസാനിക്കുന്ന പുസ്തകം ഏത്? ആദ്യം നമ്മൾ പറയുന്നില്ലല്ലോ. ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് അവസാനിക്കുന്ന ബൈബിളിൽ ഒരു പുസ്തകമുണ്ട്. ലാസ്റ്റ് വാക്യം എങ്ങനെ? ശവപ്പെട്ടിയിൽ വെച്ചെന്ന്. ആരുടെ അങ്ങനെ ഒരു പുസ്തകം ക്ലൂ തരാം. പഴയ നിയമത്തില് ശവപ്പെട്ടിയിൽ വെച്ചു. അടുത്തത് പ്രവചനമൊന്നും ഇല്ലാത്ത ഒരു പുസ്തകമുണ്ട് ബൈബിളിൽ. പ്രവചനം
ബൈബിളിലുണ്ട്. അതെ, വെളിപ്പാടോ? അല്ല, പ്രവചനങ്ങളിലത് വെളിപ്പാട്. മൊത്തം പ്രവചനം ഒന്നും ഇല്ലാത്തൊരു പുസ്തകമുണ്ട് ബൈബിളിൽ. എസ്ര. അല്ല, ഇസ്രായേലൊക്കെ ഉണ്ട്. എസ്ര അല്ലെങ്കിൽ എസ്തർ. പഴയ നിയമമാണോ പുതിയ നിയമമാണോ? പഴയ നിയമം. ഞാൻ തന്നെ പറയാം. സഭാപ്രസംഗം. പ്രവചനമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബൈബിളിൽ ദൈവം എന്ന പദം ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പുസ്തകമുണ്ട്. ദൈവം എന്നൊരു പദം ഇല്ലാത്തൊരു പുസ്തകമുണ്ട് ബൈബിളിൽ. അതേതാന്ന് പറഞ്ഞു? പഴയ നിയമം. നേരത്തെ ആരണ്ടൊക്കെ വിളിച്ച് പറഞ്ഞു. ഇനിയിപ്പോ ഉൽപ്പത്തി മുതൽ ഉറപ്പാട്. അല്ല, ഇനിയിപ്പോ അല്ല, ഇല്ല. ചെറിയ അധ്യായമാണോ അതോ? എസ്തേർ. ശരിയാ, എസ്തേർ ആണ്. എസ്തേറിൽ ദൈവം എസ്തേർ. ചോദ്യം ചോദിക്കാം. സൗന്ദര്യം വ്യർത്ഥമാണെന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് ബൈബിളിൽ. അതാരാ? അല്ല, സൗന്ദര്യം വ്യർത്ഥമാണെന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉത്തരത്തിന്റെ ഉള്ള ഒരാളാണ്. അത് എഴുതിയ പുസ്തകം. നേരത്തെ പറഞ്ഞേക്കുന്ന ഒരു ഉത്തരത്തില് ആ ഉത്തരം അല്ല, ഈ പുള്ളി എഴുതിയേക്കുന്നു. ശലോമോൻ. മേശ. ആകാശത്തെ അഭിസംബോധന ചെയ്ത പ്രവാചകൻ. അടുത്തത് ക്വസ്റ്റ്യൻ, ആകാശത്തെ അഭിസംബോധന ചെയ്ത ഒരു പ്രവാചകനുണ്ട് പഴയ നിയമത്തിൽ. ഇത് മഴ പെയ്യാന്നല്ല, നമ്മൾക്കെല്ലാം ഒരു ക്ലൂ തരാം. നമ്മളെല്ലാം ചെറുപ്പത്തിൽ പാടിയ ഒരു പാട്ടിന്റെ വരികളുള്ള ഒരു ഭാഗമാണ്. അല്ല, വരികളുള്ള ഒരു ഭാഗമാണ് ആ ഒരു വാക്യത്തിൽ വരുന്നത്. ആകാശത്തെ അഭിസംബോധന ചെയ്ത പ്രവാചകൻ. വലിയ പ്രവാചകനാണ്. ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരും ഉണ്ടല്ലോ, അതിന് വലിയ പ്രവാചകൻ. ഒരു പുസ്തകത്തിന്റെ പേര് തന്നെയാണ്. അല്ല, ഞാൻ തന്നെ പറയാം, യെശയ്യാവാണ്. ആകാശമേ ഭൂമിയെ ചെയ്തു തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. വേദപുസ്തകത്തിലെ അവസാനത്തെ പദം. ആമേനായിരിക്കും. അതാണ്. പ്രോഗ്രാമിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി. പ്ലസിമോളാന്ന് തോന്നുന്നല്ലേ മാസ്റ്ററെ? അതെ അതെ, പ്ലസിമോള. പ്ലസിമോൾക്ക് അടുത്ത ക്രിയേറ്റിവിറ്റി സമ്മാനം തരാം കേട്ടോ. എത്ര പോയിന്റ് ഉണ്ടായിരുന്നു? ആ, ഞാനൊന്ന്. ആമേൻ. കൂടുതൽ അറിവുകളുണ്ടാകാൻ ഒത്തിരി പ്രയോജനമാണ് ബൈബിൾ ക്വിസ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത സംഗീതമാണ്. അത് ഞാൻ ഷെയർലി മാത്രം ലക്ഷ്യമില്ല.
ക്രിസ്ത്യൻ കൂടെ ഞാനിവിടെ പറയാൻ പോകുന്നത് ചെറുകഥയാണ്. പറയാൻ പോകുന്നത് ആട്ടിടയൻ്റെ കഥയാണ്. ഒരിടത്ത് ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ആട്ടിടയന് 100 ആടുകളുണ്ടായിരുന്നു. 100 ആടുകളെയും ആട്ടിടയൻ എന്നും പുൽപ്പുറങ്ങൾ കൊണ്ടുപോകായിരുന്നു മേയാൻ. എന്നും നല്ല ആഹാരം, നല്ല പുല്ല് കൊടുത്ത്, നല്ല വെള്ളവും കൊടുത്ത് ഈ ആട്ടിടയൻ ഈ ആടിനെയും എല്ലാ ദിവസവും നല്ല സംരക്ഷണമായി ഭദ്രമായി 100 ആടുകളെയും സൂക്ഷിച്ചു പോരുന്നു. ഒരു ദിവസം ഈ 100 ആടുകളെയും കൊണ്ട് പുൽമേടുകളിൽ പോയി തിരിച്ചു വന്ന് അതിൻ്റെ കൂട്ടിൽ എല്ലാവരെയും കയറ്റി കഴിഞ്ഞപ്പോൾ എന്നും അതുപോലെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ എല്ലാ ആടുകളെയും ഈ ഇടയൻ എണ്ണി നോക്കുമായിരുന്നു, എല്ലാ 100 ആടുകളും ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു ദിവസം കൂട്ടിൽ കൊണ്ടുവന്ന സമയത്ത് എണ്ണി നോക്കിയപ്പോൾ 99 ആടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആട് കൂട്ടം തെറ്റിപ്പോയിരുന്നു. ഈ ഇടയന് ഭയങ്കര സങ്കടമായിപ്പോയി. വല്ലാത്ത സങ്കടപ്പെട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഈ ആട്ടിടയൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ചു. ബാക്കി 99 ആടുകളെയും കൂട്ടിൽ ഭദ്രമാക്കിയിട്ട് ഈ കൂട്ടം തെറ്റിപ്പോയ ആടിനെ തപ്പി ഈ ആട്ടിടയൻ പോയി. കുറേ ദൂരെ അലഞ്ഞു നടന്ന് ഈ ആടിനെ തെരഞ്ഞു. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആട്ടിൻകുഞ്ഞ് ഈ ഇടയൻ്റെ വിളിക്കുന്ന ശബ്ദം കേട്ട് കരഞ്ഞപ്പോൾ ആട്ടിടയൻ ഓടി വന്ന് നോക്കിയപ്പോൾ മുൾപ്പടപ്പിൽ കുടുങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ ഈ ഇടയൻ ഓടി വന്ന് അതിനെ ഭദ്രമായി എടുത്തുകൊണ്ട് അതിൻ്റെ കൂട്ടിൽ കിട്ടി. വലിയ സന്തോഷമായി ആട്ടിടയന്. അങ്ങനെ ഇതിനെ ആട്ടുകുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി. ഈ 99 ആടുകൾ 100 ആടുകളെ ഒന്നിച്ച് ആക്കി. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് രൂപാടം നമ്മൾ ഓരോരുത്തരും ഈ ആട്ടിടയനെ ഉപയോഗിക്കുന്നത് കർത്താവിനെ, സ്വർഗസ്നായ കർത്താവിനെയാണ്. ആടിനെ ഉപയോഗിക്കുന്നതും നമ്മൾ ഓരോരുത്തരെയുമാണ്. നമ്മൾ ഒരാൾ പോലും ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്നത്, മാറിപ്പോകുന്നത് സ്വർഗസ്നായ കർത്താവിന് അത് വലിയ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ദൈവത്തെ വിട്ട് കൂട്ടം തെറ്റിപ്പോയ ആടുകളെ പോലെ ആകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നോക്കുക. ദൈവത്തിന് വേണ്ടി അന്ത്യം വരെ നിൽക്കുവാനും വിശ്വസിയോടെ നിൽക്കാനും കർത്താവിന് വേണ്ടി അന്ത്യം വരെ നിൽക്കാനും എല്ലാവരും നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ചെറുകഥ കേൾക്കാൻ ദൈവവിടെയാക്കി ഇതിലും അനുഗ്രഹമായ നിലയിൽ പിന്നെയും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ കൊടുക്കട്ടെ. പ്രോഗ്രാം ഏതാണ്ട് അവസാനിച്ച ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. സ്തോത്രം. എന്നാൽ ഇതിനകത്തില്ലാത്ത ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് നടത്താം. സ്തോത്രം. സമയം മുമ്പോട്ട് പോയെങ്കിലും സ്തോത്രം. ബൈബിൾ വാക്യം കണ്ടെത്താൻ റെഫറൻസ് 10 വാക്യം പറയാം. ഞാൻ പറയത്തേ ഉള്ളൂ. അത് തന്നെ ബൈബിൾ റീഡിങ്. ബൈബിൾ എടുത്താണ് 4-ാം അധ്യായം 15-ാം വാക്യം. യോശുവ 24:15. യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. സദൃശവാക്യം 27:23. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയാം. ശരിയാണ്. ശേഷം 6-ാം അധ്യായം 23-ാം വാക്യം. 6:23. യെശയ്യാവ് 42:24. യാക്കോബിനെ കൊള്ളയാകും. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 15-ാം വാക്യം. 27:15. തന്റെ ദൈവം ശരി. 1 തിമോഥെയോസ് 4-ാം അധ്യായം 5-ാം വാക്യം. ദൈവവചനം
കാലം പ്രാർത്ഥനയായി വിശദീകരിക്കപ്പെടുന്നു. ശരി. സങ്കീർത്തനം 148 14. സങ്കീർത്തനം 148:14. ചാടിയെടു ചാടിയെടു. ബ്ലസ്സിമോള്. എത്രമായി? 1, 2, 3, 4, 5, 6, 7. എസ്തർ 3:8. എസ്തർ എടുത്തോണ്ടിരിക്കുന്നു മാറ്റി. ചാടി വായിക്കും. പിന്നെ ഹമാൻ. ബ്ലസ്സിമോള്. പിന്നെ ഹമാൻ. എബ്രായർ 10:11. എബ്രായർ 10:11. ഏത് പുരോഹിതനും ഞാനെന്റെ സാധിക്ക് അതാണ് ഉൽപ്പത്തി പുസ്തകം 20:12. ഉൽപ്പത്തി 20:12. ഉൽപ്പത്തി 20:12. ഉൽപ്പത്തി 20:12. ബ്ലസ്സിമോള്. കറക്റ്റായിട്ട് വായിച്ചിട്ട്. ശരി. അപ്പോസ്തല പ്രവൃത്തി 9:19. അപ്പോസ്തല പ്രവൃത്തി 9:19. അപ്പോസ്തല പ്രവൃത്തി 9:19. അവൻ ആരാ വായിച്ചത്? ബ്ലസ്സിമോള്. ബ്ലസ്സിമോള്. ബ്ലസ്സിമോള് സമ്മാനം കൊണ്ടുവന്നതാണ്. 7, 8, 9, 10, 11. നല്ല രീതിയിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ആകാൻ വേണ്ടിയാണ്. തന്നെയല്ല ഒരു വാക്യൊക്കെ പറയാൻ പെട്ടെന്ന് എടുക്കാൻ നമുക്ക് അറിയാമോ എന്നറിയണ്ടേ? സ്തോത്രം. ഇവിടെ ഇപ്പോഴാ ഏതാ? ഇതേ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. അമ്മാമ ഇപ്പോഴും അപ്പോസ്തല പ്രവൃത്തി അപ്പം വന്നത്. പോയിട്ട് ബ്ലസ്സിമോൾ 6, സൗമ്യ 4, സൗമ്യ ചേച്ചി 4, ജോമിഷ 1. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ബ്ലസ്സിമോൾക്ക് എല്ലാവിധ സംഭാരമാണ്. മീറ്റിംഗിനെ സംബന്ധിച്ച് എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃത്യമായി ഇന്ന് ഈ ഒരു കൂടുതൽ നിങ്ങൾ ഒരുങ്ങി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കാര്യങ്ങൾ പിന്നെയും ശക്തമായിട്ട് ക്രമീകരിക്കണം. അതുപോലെ തന്നെ 1-2 കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. സ്തോത്രകാഴ്ച പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല, എങ്കിലും സ്തോത്രകാഴ്ച എടുത്തു. നന്നായി. സ്തോത്രം. ഇത് അതിൻ്റെ നിലകളിൽ ക്രമീകരിക്കണം. അതിനൊരു ട്രഷാർ വേണം. നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ആ സാമ്പത്തികം എപ്പോഴും ആ ട്രഷാർ ഉത്തരവാദിത്തങ്ങളുടെ ആളുകളിൽ സാമ്പത്തികം ഉണ്ടായിരിക്കണം. അത് ഉപയോഗിക്കാനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിനിയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്രമീകരിക്കുന്നത് നന്നായിരിക്കും. സ്തോത്രം. അതുപോലെ നിങ്ങളുടേതായ വിവേകിയുടെ കാര്യങ്ങളിൽ ദൈവസഭ എപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഞാൻ ഓർപ്പിക്കുന്നു. ഇത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അതിനെ കൊണ്ടുവരേണ്ടത് ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുക. കാരണം ഈ പ്രോഗ്രാം ഞാൻ വർക്കലമുക്കിലായിരുന്നപ്പോൾ അവിടെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. വളരെ ഒരു 3-4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർ ആ പ്രോഗ്രാമെല്ലാം വളരെ സന്തോഷത്തോടെ നിങ്ങൾ ചെയ്തില്ലെന്നല്ല പറഞ്ഞത്, ചെയ്തപ്പോൾ എനിക്കത് സന്തോഷമായി. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടെ കടന്നു വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് അറിയാൻ വയ്യാത്തവരല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായി മനസ്സിലാക്കി. സ്തോത്രം. എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. ഓരോ കാര്യങ്ങളും അവര് പ്രോഗ്രാം ചെയ്തതനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും വളരെ ഉച്ചോറായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. സ്തോത്രം. ബൈബിൾ ക്വിസൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ സ്തോത്രം ചെറുകഥ, ബൈബിൾ ക്വിസ്, ബൈബിൾ റീഡിങ്, മനപ്പാഠം, ഇതൊക്കെ ഓരോന്നോരോന്ന് അനുഗ്രഹമാണ്. സ്തോത്രം. ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. സ്തോത്രം. ഇതിൽ നിന്നൊട്ട് പിന്മാറിപ്പോകരുത്. സ്തോത്രം. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയാണ്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഈ ദൈവനാമത്തിന് വേണ്ടി ഇവിടെ വന്ന് നിന്ന് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ ആശംസിക്കുക. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് കളയുന്നില്ല.
നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കും. സ്തോത്രം. ആശീർവാദം പറയാനാണ് അടുത്ത് എഴുതിയിരിക്കുന്ന സ്തോത്രം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ ചിന്തയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓരോ പ്രോഗ്രാമും നല്ല നിലവാരത്തിൽ നിങ്ങൾ അത് ചെയ്തെടുക്കാനിടയായി തീർന്നു. ഇനി കുറച്ച് മറ്റു ചില പ്രോഗ്രാമുകൾ കൂടി ഇതിന് ഉള്ളിൽ ചേർത്ത് അത് അനുഗ്രഹമായ നിലയിൽ പോകണം. ഒരു കൂടിവരവ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് അതൊരു അനുഗ്രഹമായി തീരേണ്ടതിന് കൃത്യമായി ഞാൻ നിങ്ങളെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ POP വേണ്ടി ഒരുങ്ങാം. നിങ്ങളെല്ലാവരും ജീവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ജീവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിക്കും. പ്രിയ ബോബസ് പ്രാർത്ഥിക്കും. ശേഷം ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ദൈവമേ ഈ ഞായറാഴ്ചക്കാലം കർത്താവേ, ദൈവമേ പ്രാർത്ഥനയോടനുബന്ധിച്ച് ദൈവമേ ഹല്ലേലൂയ POP അനുഗ്രഹമായി നടക്കുവാൻ ദൈവം ഒരുക്കിയ ദൈവമേ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ അല്ല POP പങ്കെടുത്ത എല്ലാ പേരുകളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇനിയും കർത്താവേ ദൈവമേ ഹല്ലേലൂയ അടുത്ത പ്രാവശ്യം നടത്തുന്ന POP ദൈവം അനുഗ്രഹമായ ദൈവമേ ഇതിലും അനുഗ്രഹമായി മുമ്പോട്ട് ദൈവം നടത്തുവാനുള്ള മുഖാന്തരത്തെ ഈശോ ഒരുക്കുമാറാക്കണം വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ കർത്താസനെ അനുഗ്രഹിക്കുമാറാകണം. ദൈവമേ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും ദൈവമേ നിയന്ത്രിച്ച് ദൈവമേ ഹല്ലേലൂയ പ്രോഗ്രാം നടത്തിയതിനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൈവമേ അവിടുന്ന് ദൈവമേ അവിടുന്ന് ബലപ്പെടുത്തുമാറാക്കണം വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ ഹല്ലേലൂയ സ്തോത്ര കർത്താവ് ദൈവമേ അനുഗ്രഹമായി മാറാക്കണം വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവ് ദൈവമേ ദൈവമേ ഈ ചെറിയ സഭകളിൽ നിന്നുള്ള ഉയർച്ചകൾ കർത്താവ് വലിയ ദൈവമേ സ്ഥലങ്ങളിൽ പോയി ദൈവമേ മത്സരത്തിൽ പങ്കെടുക്കുവാനും ദൈവമേ സമ്മാനങ്ങൾ നേടുവാനും ഈ സഭയുടെ അഭിമാനമായി തീരുവാനും ദൈവമേ മുഖാന്തര ദേശീയോട് ഒരുക്കുമാറാക്കണം. വരും തലമുറ നീ അവിടെ അനുഗ്രഹിക്കുമാറാക്കണം എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ സ്വന്തം കർത്താവ് ദൈവമേ ദൈവമേ ദൈവത്തിന് സമർപ്പിക്കാനുള്ളതാ ദൈവമേ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കാനായി ഏറ്റവും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരിലും ഇതുവരെയും ജീവിതത്തിലേക്ക് കൂടെ നിങ്ങളുടെ സ്ഥാനത്ത് കൂടി കിടനായി